എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി മുഖം വെളുപ്പിച്ചെടുക്കാൻ നെട്ടോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പറയുന്ന കാര്യങ്ങൾ പരസ്പര ബന്ധമില്ലാത്തതായി മാറിയിട്ടുണ്ട്. പറയുന്നതൊക്കെ കള്ളങ്ങളായതുകൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയുന്നതെന്ന് പവൻ ഖേര കുറ്റപ്പെടുത്തി. ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുന്നത് പവൻ ഖേരയാണ്. ഹർദീപ് പുരി വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നും അതിനു മുൻപ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എപ്സ്റ്റീനുമായുള്ള കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് പുരി നടത്തുന്ന വിശദീകരണങ്ങൾ പരസ്പര വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഹർദീപ് സിംഗ് പുരി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. എപ്സ്റ്റീനെ പരിചയപ്പെടുമ്പോൾ പുരി വെറും ഒരു സാധാരണ പൗരനായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. അതായത് അക്കാലത്ത് പുരി മോദി മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പുരി അക്കാലത്ത് ഒരു സ്വകാര്യ പൗരൻ മാത്രമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം എപ്സ്റ്റീനുമായി നയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തതെന്ന് രാജ്യം അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പവൻ ഖേര ആവശ്യപ്പെട്ടു. ഒരു സ്വകാര്യ പൗരന്റെ വേഷത്തിൽ അദ്ദേഹം എപ്സ്റ്റീനെ കണ്ട് നമ്മുടെ പുതിയ സർക്കാരിന്റെ നയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നുവെന്നത് ഗൗരവകരമായ ചോദ്യമാണ്. നിലവിൽ അദ്ദേഹം സേവിക്കുന്ന സർക്കാരിനോടും രാജ്യത്തോടും ഇതിന് വിശദീകരണം നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്നാൽ വിശദീകരണം നൽകുന്നതിന് മുൻപ് അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടതെന്നും പവൻ ഖേര ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അദ്ദേഹം ആരെയാണ് പ്രതിനിധീകരിച്ചതെന്ന് വ്യക്തമാക്കണം. പാർലമെന്റിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം വെറും 50 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എപ്സ്റ്റീനെ കാണാൻ പോയി. ഡോക്ടർ ഹർഷവർദ്ധനും ഇതേ കാലയളവിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഈ സർക്കാർ മൊത്തത്തിൽ എപ്സ്റ്റീന്റെ നിയന്ത്രണത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ സാഹചര്യ തെളിവുകൾ വേറെ എന്തു വേണം എന്നുമാണ് പവൻ ഖേര ചോദിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം ആരംഭിച്ചതിന് ദുരുദ്ദേശം എന്താണെന്നും വെളിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹർദീപ് പുരിയുടെ അഭിമുഖത്തിലെ വൈരുദ്ധ്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആദ്യം റീഡ് ഹോഫ്മാൻ എന്ന വ്യക്തിയാണ് തന്നെ എപ്സ്റ്റീന് പരിചയപ്പെടുത്തിയതെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ അതേ അഭിമുഖത്തിൽ തന്നെ ഹോഫ്മാനുമായി കൂടിക്കാഴ്ച ഏർപ്പാടാക്കിയത് ജെഫ്രി എപ്സ്റ്റീൻ ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പുരി അതേ അഭിമുഖത്തിൽ തന്നെ എപ്സ്റ്റീൻ വഴിയാണ് മറ്റൊരാളെ പരിചയപ്പെട്ടതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി നുണ പറയുമ്പോൾ ഇന്നലെ എന്ത് കള്ളമാണ് പറഞ്ഞതെന്ന് അയാൾ മറന്നുപോകും. ഒരു മിനിറ്റ് മുൻപ് പറഞ്ഞ കള്ളം അടുത്ത മിനിറ്റിൽ മറക്കുന്നു. അതുകൊണ്ട് സത്യം പറയുന്നതാണ് എപ്പോഴും ഉചിതമെന്നും പവൻ ഖേര പറഞ്ഞു. കള്ളങ്ങൾ പറഞ്ഞ് അദ്ദേഹം ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അതും വെളിപ്പെടുത്തണമെന്നാണ് പവൻ ഖേര ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഹർദീപ് പുരിയുടെ പങ്ക് വളരെ സംശയാസ്പദമാണ്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നേരിടുന്നത് ശരിയല്ല. അതിനാൽ അന്വേഷണവുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചേർക്കുന്നുണ്ട്. भाई आप मुझे बताइए, if Hardeep Puri was a private citizen, doesn't he owe an explanation to the government which he serves today, to the country which he serves today? What was he doing? Why was he discussing policy with Epstein as a private citizen? अगर वो एक सामान्य नागरिक की हैसियत से एप्स्टीन से मिलकर भारत सरकार की जो अभी अभी नई सरकार बनी थी उसकी नीतियां डिस्कस कर रहे हैं, तो क्यों कर रहे हैं? आज सफाई देनी पड़ेगी. सफाई बाद में दीजिएगा, इस्तीफे के बाद. पहले इस्तीफा देना पड़ेगा. और अगर आप किसी का प्रतिनिधित्व कर रहे थे तो बताना पड़ेगा साहब किसका प्रतिनिधित्व कर रहे थे. उस व्यक्ति का जो संसद के सामने साष्टांग करके आए 1 महीना 20 दिन पहले, 20 दिन के अंदर अंदर एप्स्टीन से मुलाकातें शुरू हो गई हरदीप पुरी की. क्यों? हर्षवर्धन, डॉक्टर हर्षवर्धन, वही सब कुछ उसी दौरान हो रहा है. कुछ हफ्तों या कुछ महीनों में ऐसे लग रहा है कि पूरी सरकार का कंट्रोल एप्स्टीन के हाथ में है. ये सामने आपके सर्कमस्टेंशियल से भी ज्यादा सबूत है. इससे बड़ा और क्या हो सकता है? शपथ लेने के कुछ दिनों के बाद यह सिलसिला क्यों शुरू हो रहा है? क्या हो रहा है ये? अब इसी इंटरव्यू में साहब, फर्स्ट ऑफ ऑल देयर इज वन ईमेल, ये पुरी साहब कह रहे हैं, इट इज एन एक्सचेंज बिटवीन मी एंड रीड हॉफमैन. फिर वो बताते हैं साहब रीड हॉफमैन बड़े बुद्धिजीवी हैं, बौद्धिक रूप से बहुत सक्षम हैं. देयर इज एन एक्सचेंज बिटवीन तर्जेर और लार्सेन हु इंट्रोड्यूस मी टू रीड. झूठ. रीड से इंट्रोडक्शन
एप्स्टीन ने कराया था, उसी इंटरव्यू में खुद बोलते हैं। उसी इंटरव्यू में 17 मिनट में खुद ही अपने आप को कॉन्ट्रडिक्ट कर रहे हैं। पहले कहते हैं तर्जे ने करवाया, फिर आगे कहते हैं इन दैट फर्स्ट मीटिंग तर्जे सेड आई शुड मीट रीड हॉफमैन, आई सेड आई डोंट नो रीड हॉफमैन, तर्जे सेड एप्स्टीन इज सेटिंग अप अ मीटिंग। जब आदमी झूठ बोलता है ना तो भूल जाता है कि कल क्या झूठ बोला था। इन्होंने तो इतने झूठ बोल दिए कि 2 मिनट पहले जो पत्रकार उनका इंटरव्यू ले रही थी, 2 मिनट पहले उन्होंने क्या झूठ बोला वो भूल गए। इसलिए सच बोलना उचित रहता है, अच्छा रहता है। अब ये झूठ बोल किससे बचाने के लिए रहे, हम ये जानना चाहते हैं। खुद तो बचे हुए हैं, हैप्पी बर्थडे चल ही रहा है। जब हैप्पी बर्थडे चल ही रहा है तो अब ये झूठ किसको बचाने के लिए बोला जा रहा है? कोई तो है जिसको बचाना है। क्या ये वही शख्स है जो अब बिल गेट्स से भी डरता है, जो कहता है कि साहब सोर्सेस के माध्यम से कहता है बिल गेट्स नहीं आएंगे, फिर बिल गेट्स घूर के देखता है, बोले मैं आ रहा हूं, ये चुप बैठ जाता है? क्या ये वही शख्स है जिसको बचाया जा रहा है, जिसके लिए झूठ का पूरा ताना बाना रचा जा रहा है?